മനസ്സിലാക്കേണ്ട 3-4 വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേദപുസ്തക ചരിത്രത്തെ, മനുഷ്യൻ്റെ ചരിത്രത്തെയൊക്കെ മാറ്റിമറിക്കാൻ സാധിച്ച ചില മനുഷ്യർ. മാതാപിതാക്കന്മാർക്ക് അവരുടെ വളരെ വലിയ പ്രതീക്ഷയിൽ ആദ്യമായിട്ട് ജനിച്ചൊരു കുഞ്ഞാണ് കായേൻ. അവനായിട്ട് ചെയ്തു കൂട്ടിയ യാതൊരു തെറ്റും അവനിൽ നമ്മൾ കാണുന്നതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നു. ഈ കൊലപാതകത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലും ഈ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പാപം നടന്നതായിട്ട് പറയുന്നേയില്ല. നമുക്കറിയാം, ഇപ്പോൾ സാധാരണയായിട്ടൊരു കൊലപാതകം പോലെ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പാപം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരാൾ ഒരു വ്യക്തിയോട് വൈരാഗ്യം കാണിച്ചു, അല്ലെങ്കിൽ അയാളെ അപമാനിച്ചു, മാനസികമായി ബുദ്ധിമുട്ടിച്ചു. ആ ബുദ്ധിമുട്ടിച്ച ആൾക്ക് മറ്റേ ആളോട് വൈരാഗ്യം തോന്നും. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ച ആളെ അയാൾ ഉപദ്രവിക്കുകയോ കുത്തിക്കൊല്ലുകയോ ചെയ്യും. ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചു, നിങ്ങളുടെ മാനസിക നിലയെ തകർക്കുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ ആ നിലയെ, ആ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന എന്തെങ്കിലും എന്നിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചെയ്യാം. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഞാനാണ് ആ കാരണം. കായൻ്റെ ജീവിതത്തിലെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാരൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന് ബലി കൊടുക്കുന്നയാൾ, എല്ലാത്തിലും ഒരു നല്ല സ്വഭാവം അവനിൽ കാണുന്നുണ്ട്. അവൻ ദൈവതിരുസന്നിധിയിൽ ദേവാലയത്തിൽ വന്ന് ബലി അർപ്പിച്ചിട്ട് ആ ബലി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു റിസൾട്ടും ഇല്ല. അവൻ്റെ മനസ്സിലൊരു ചോദ്യമാണ്, എല്ലാവരെ പോലെ ഞാനും ജനിച്ചു, എല്ലാവരെ പോലെ ഞാനും ജീവിക്കുന്നു, എല്ലാവരെ പോലെ ഞാനും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാവരെ പോലെ ഞാനും നോമ്പെടുക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ജീവിക്കുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ എല്ലാവരും കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഇനി ബലി സ്വീകരിക്കാത്തൊരു കാലഘട്ടമാണെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിക്കാം. ഇതിപ്പോൾ ഹാബേലിൻ്റെ ബലി സ്വീകരിച്ചു. രണ്ടുപേരും ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നയാൾ, രണ്ടുപേരും 2 മേഖലയിൽ ജോലി ചെയ്യുന്നവർ, രണ്ടുപേരും ദേവാലയത്തിൽ പോകുന്നവർ. പക്ഷേ ബലി അർപ്പിക്കാൻ ചെന്നപ്പോൾ ഹാബേലിൻ്റെ ബലിയിൽ സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പുറത്തിറങ്ങിയ ഹാബേൽ വളരെ സന്തോഷവാനാണ്. അവൻ്റെ മുഖം തെളിഞ്ഞിരിക്കുന്നു. ദൈവത്തെ ഇവർ രണ്ടുപേരും കണ്ടിട്ടില്ല. പക്ഷേ കാണാത്ത ദൈവത്തിൽ നിന്ന് റിസൾട്ട് ലഭിച്ചു എന്ന നിലയിലുള്ള ഒരു ചിരിയും സന്തോഷവും ഹാബേലിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. ഇലക്ഷൻ്റെ ഫലം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളിൽ ഇലക്ഷൻ നടക്കാറുണ്ട്. ഇലക്ഷൻ നടക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങൾ 2 കൂട്ടരും മത്സരിക്കും. 2 കൂട്ടരും തങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ പരസ്യങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നിശബ്ദമായ ദിവസങ്ങളുണ്ട്. അതിനുശേഷം ആളുകൾ വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത് ബാലറ്റ് പെട്ടി തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിഭാഗത്തിൻ്റെ മുഖത്ത് പ്രത്യേക സംതൃപ്തിയും സന്തോഷവും നമ്മൾ കാണാറുണ്ട്. അവരൊന്നിച്ച് കൂടിയിരുന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുഖം മങ്ങുന്നത് കാണാൻ സാധിക്കും. ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വന്നിട്ടില്ല, പക്ഷെ ഒരു കൂട്ടരുടെ മുഖത്ത് നല്ല സന്തോഷം. എന്ന് പറഞ്ഞതുപോലെയാണ് കായൻ്റെ അവസ്ഥ. ദൈവത്തെ അവൻ കണ്ടിട്ടില്ല, ദൈവത്തെ അവൻ അനുഭവിച്ചിട്ടില്ല, ദൈവവുമായിട്ട് സംസാരിച്ചിട്ടില്ല. അതിനൊരവസരം അവൻ്റെ ജന്മത്തിൽ അവൻ ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് ചിന്തയുണ്ട്. ആര് കണ്ടെന്നായി പറയുന്നത്? നിങ്ങളാരെങ്കിലും കണ്ടോ? പ്രിയമുള്ളവരെ, ഈ അച്ഛന്മാരും മെത്രാച്ചന്മാരും എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് എന്നെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു നടുവേദന മാറി, അത് ചിലപ്പം അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് മാറിയതായിരിക്കാം. ചിലപ്പം ഞാൻ പറയും അത് കർത്താവ് സുഖപ്പെടുത്തിയതാണ്. ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നാൽ പറയും അത് നിങ്ങളിങ്ങനെ തിരിഞ്ഞപ്പോൾ ഉളുക്ക് നേരെയായത്. നിങ്ങളാരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല.
ദൈവം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് എത്രയോ മനുഷ്യർ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം രീതിയിൽ വിപരീതമായും അതുപോലെ ഏതെല്ലാം രീതിയിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരില്ലേ. അങ്ങനെ ഒത്തിരി ഒത്തിരി മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തെ വിശ്വസിച്ചിട്ട് പിൽക്കാലത്ത് നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഉണ്ട് അങ്ങനെ നിരാശപ്പെടുന്ന മനുഷ്യർ. വിശ്വാസം കളഞ്ഞ മനുഷ്യരെ നമ്മുടെ ഈ ധ്യാനത്തിലൊക്കെ വന്ന് കുറേ നാൾ കഴിഞ്ഞ്, ഉദാഹരണത്തിന് ധ്യാനം കൂടാൻ വന്നു. ഒരിക്കലൊരു അമ്മയുടെ ക്യാൻസർ രോഗം മൂലം ഇവിടെ വന്ന ഒരു മകള് എന്നോട് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. 67 വയസ്സുള്ള അമ്മ ക്യാൻസർ രോഗം വന്ന് മരിച്ചു. മരണശേഷം പ്രിയമുള്ളവരെ മകൾ എന്നെ കാണാമെന്ന് പറഞ്ഞു. പണ്ടുണ്ടായിരുന്ന ദൈവവിശ്വാസം പോലും എനിക്ക് നഷ്ടപ്പെട്ടെന്ന്. ഞാൻ ചോദിച്ചു അതെന്താ? 67 വയസ്സുള്ള അമ്മ ഒരിക്കലും ഇപ്പം മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അമ്മയുടെ ജീവനുമായി ബന്ധപ്പെട്ടാണ് മകളുടെ വിശ്വാസം നിലനിൽക്കുന്നത്. അമ്മ മരിച്ചതോടുകൂടി വിശ്വാസ മേഖല തകർന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, അമ്മ മരിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആ പുള്ളിക്കാരത്തേക്ക് എന്നോടും ദേഷ്യമായി. അന്നേരം എന്നോട് പറയുകയാണ്, എന്നാൽ പിന്നെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ തിരുമേനിക്ക് അമ്മ മരിക്കുമെന്ന് പറയാൻ മേലായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ മാത്രമല്ല നിങ്ങളും മരിക്കുമെന്ന് പറഞ്ഞു. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അമ്മ മാത്രമല്ല നീ മരിക്കും. അമ്മ 67 മരിച്ചതെങ്കിൽ ചിലപ്പോൾ നീ നാളെ മരിച്ചെന്നിരിക്കും. അതൊന്നും പറയേണ്ട കാര്യമല്ല. രാവിലെ ഭക്ഷണം കഴിച്ച കാര്യം ആരെങ്കിലും പറയാറുണ്ടോ? ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? രാവിലെ കുളിക്കാൻ പോയ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. പറയേണ്ട കാര്യമല്ല, എല്ലാവരും സ്വീകരിക്കാൻ സന്നദ്ധമാകുക എന്ന് പറയുന്ന രീതിയിൽ ജീവിതത്തിൽ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നേരിടേണ്ട ഒരു യാഥാർത്ഥ്യം. അപ്പോൾ പ്രിയമുള്ളവരെ, പല മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ പലതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കായേനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ചെറുപ്പക്കാരനായി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വളർന്നു വന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ബൈബിളിൽ. ഉണ്ടേ പറയണ്ടേ, ദാവീദ് തെറ്റ് ചെയ്ത കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കായേൻ എന്തെങ്കിലും പ്രത്യേക തെറ്റ് ചെയ്ത കാര്യം ബൈബിളിൽ പറയുന്നില്ല. ഒരു കൃഷിക്കാരനായിരുന്നു. എക്കാലക്സ് അടിച്ചെന്നോ അല്ലെങ്കിൽ യൂറിയയും പൊട്ടാഷ്യം ഇട്ട് ഇത് കൃഷിയെ വികലമാക്കിയെന്നോ, അയലോക്കംകാരൻ്റെ പറമ്പിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് അയലോക്കംകാരനില്ലല്ലോ കായേന്. ഉള്ള ഒരു അയലോക്കംകാരൻ ആരാണ്? ഹാബേലാണ്. അവൻ ഈ പരിപാടിയില്ല, കൃഷിയുടെ പരിപാടിയില്ല. അതുകൊണ്ട് അവൻ്റെ കൃഷിക്കളത്തിൽ ഒരു മത്സരത്തിൻ്റെ സാധ്യത പോലും ഇല്ല. അവന് ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് വേണ്ട പാപം ചെയ്യാൻ. അങ്ങനൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ പ്രാർത്ഥനയ്ക്കും ബലിക്കും ശേഷം തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അയാളുടെ ബലികൾ സ്വീകരിക്കപ്പെടാതെ പോയി. ഒരു റിസൾട്ടും ഇല്ലാതെ പുറത്തിറങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരൻ കാണുന്നത് വളരെ സന്തോഷവാനായിട്ട് ആടിനെ മേയിച്ച് നടന്ന കാലത്ത് ഒരു ബലിയർപ്പിക്കാൻ വന്ന തൻ്റെ സ്വന്തം സഹോദരൻ, ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നയാൾ, അവൻ്റെ ബലി സ്വീകരിച്ചു എന്ന് അവൻ പറയുന്നു. എൻ്റെ ബലി ദൈവം സ്വീകരിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ബലിക്ക് ശേഷം എനിക്കിനി ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ആ ജീവിതം. ഇത് കണ്ടിട്ട് ഇവനൊട്ട് സഹിക്കാനും പറ്റുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് അവന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ചേട്ടത്തിയുടെയും അനിയത്തിയുടെയും കല്യാണം നടന്നു ഒരുപോലെ. അനിയത്തിയും ഭർത്താവും വളരെ സന്തോഷമായിട്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് 10 ലക്ഷം രൂപ കടമുണ്ട്. പക്ഷേ ഈ 10 ലക്ഷം രൂപ കടമുണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെയാണ് ഇവരുടെ ജീവിതം. തമാശയും കളി വർത്താനവും, പിന്നെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് BP മേടിച്ച് കൊടുക്കുന്നു. അതാണ്. ഇവിടെ ഒരു 10 കോടി രൂപയുടെ ആസ്തിയുണ്ട്. പക്ഷേ ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചിരിക്കാൻ പറ്റുന്നില്ല. അഭിനയമൊട്ട് അവർക്ക് പരിചയവുമില്ല. നമുക്കൊക്കെ പിന്നെ അത് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പള്ളി വരുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്നും, ഭാര്യയുടെ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്നും, ഭർത്താവിൻ്റെ അമ്മ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം.
പ്രിയമുള്ളവരെ, ഇവരങ്ങനെയൊന്നുമല്ല. അന്ന് ഈ അഭിനയമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കായൻ തുറന്ന മനസ്സുകാരനാണ്, ഉള്ളതുള്ളതുപോലെ പറയും. ഹാബേലും അങ്ങനെ തന്നെ. ഹാബേലിന് ഇച്ചിരിയൊക്കെ അഭിനയം അറിയാമായിരുന്നെങ്കിൽ പുറത്തോട്ടിറങ്ങിയിട്ട് അവൻ പറയും എനിക്കും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയത് കൊണ്ട് പോയേ. നമ്മുടെ ചില പിള്ളേർ പോലും അങ്ങനെ ചെയ്യാറുണ്ട്. ഹോസ്റ്റലിൽ പഠിക്കുന്ന നേഴ്സിംഗ് കുട്ടികൾ വന്ന് പറയുന്ന പരാതിയാണ്, ചില പിള്ളേർ പറയും ഞാൻ നേരത്തെ കിടക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടത്തി കിടക്കും. എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴത്തേന് അവൾ എഴുന്നേറ്റിരുന്ന് പഠിക്കും. കഴിഞ്ഞ ദിവസം പാലായിൽ നിന്നൊരു കൊച്ചു വന്നാൽ പറയുക, ഞാൻ രാത്രിയിൽ ഉണർന്നിട്ട് തിരിഞ്ഞു കിടക്കാൻ നോക്കുമ്പോൾ രാത്രി 3 മണിക്കൊക്കെ ഉറങ്ങാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ കാണാൻ സാധിക്കും. 50 എണ്ണത്തിനെ മറ്റോ ഈ കഴിഞ്ഞ ദിവസം പിരിച്ചു വിട്ടു. കാരണം അതാണ്, ഉറക്കമില്ലാതെ മാനസികമായിപ്പോയി. ഡോക്ടറാകാനായിട്ട് എഞ്ചിനീയർ ആകാനുള്ള അമിതമായ ആഗ്രഹം മൂലം മെൻ്റലായിപ്പോയ ചില കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. 3-4 ദിവസം ഉറക്കമില്ലാതെ വന്നതോടുകൂടി സംഗതി മാനസികമായി. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ കായേന് പിന്നെ എങ്ങനെയാണ് ഈ പാപം ഉണ്ടായത്? ആകെപ്പാടെ ഒരു പാപം എന്ന് പറയാൻ ഒന്നേ ഉള്ളവൻ്റെ ജീവിതത്തിൽ. ആദാമിൻ്റെയും ഹവ്വായുടെയും ഉദരത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണം. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ സാഹചര്യം എന്താണ്? പ്രിയമുള്ളവരെ, നല്ല ദൈവകൃപയുണ്ടായിരുന്നൊരു കുടുംബം. ഭാര്യയെ നോക്കുമ്പോൾ എൻ്റെ അസ്ഥി എൻ്റെ മാംസം എന്ന് പറയാൻ പറ്റുന്ന മനസ്സുള്ള ആദാം. ഹവ്വായാണെ ഒന്നും പറയാറില്ല. പറയാതെ തന്നെ എന്താണ്, ആദാമിന് മനസ്സിലാകും ഇത് അസ്ഥിയാണ്, ഇത് മാംസമാണ്. കാരണം എന്താണ്, പുറകിൽ നിന്ന് മാറുകയില്ല. ഇത് വാലെ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ആദാം എങ്ങോട്ട് പോയാലും ആ പുറകെ ഉണ്ട്, നിഴല് പോലെ. നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ പോകുന്നത്? നിഴല് പോലെ പോകുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഉടനെയുള്ള സംഭവമായി പറയുന്നത്, നിഴല് പോലെ. പണ്ട് കാലത്ത് കാറില്ലല്ലോ, ബസ്സിലായിരിക്കുന്നത്. കണ്ടക്ടർ അങ്ങോട്ടങ്ങ് അടുക്കാതിരിക്കാൻ വേണ്ടി കമ്പിയെ കൂട്ടിയാണ് പിടിച്ചിരിക്കുന്നത്, ഭാര്യ ആരും തൊടാതിരിക്കാൻ. കിളി പുറകിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാലമുണ്ട്. അത് കഴിയുമ്പോൾ എന്താണ്, കുറേ നാൾ കഴിയുമ്പോൾ എന്താണ്, അസ്ഥിയുടെ അസ്ഥിയാണ് മാംസത്തിൻ്റെ മാംസമാണെന്ന് തോന്നൽ കുറഞ്ഞു കഴിയുമ്പോൾ ഭാര്യ ശകലം സ്പീഡ് കുറയ്ക്കും, ഭർത്താവ് ഇച്ചിരി സ്പീഡ് കൂട്ടും. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. പിന്നെ ഭാര്യ ആദ്യത്തെ വണ്ടിയെ കയറിപ്പോവും, ഭർത്താവ് വേറെ വണ്ടിയെ കയറിപ്പോവും. അവസാനം പിന്നെ പറയും അവർ 2 റൂട്ടാക്കും. ഒരാൾ മൺറാട്ടുപള്ളിയിൽ പോയാൽ മറ്റേ ആൾ തിരുവഞ്ചൂർ പള്ളിയിൽ പോകും. റൂട്ട് തന്നെ മാറ്റും. അതാണ് ഈ അകൽച്ച. അപ്പോൾ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് നീ എനിക്ക് തന്ന ഈ സ്ത്രീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ആദാമിൻ്റെ മാനസികാവസ്ഥ മാറിപ്പോയി. വിപരീത വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ദുഃഖം, നിരാശ, ഉത്കണ്ഠ, ആകുലത, ഇതുകൊണ്ടൊക്കെ നിറഞ്ഞ ആദാം. ദൈവം അരുതെന്ന് പറഞ്ഞ കനിയെടുത്ത് തിന്നതിൻ്റെ ഫലമായി ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയുള്ള ദൈവാനുഭവമൊന്നും ഇപ്പോൾ ഇല്ല. പള്ളിയിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുക്കുന്നുണ്ടെങ്കിലും ആ കൊടുക്കുന്നതിനൊരു സ്നേഹമില്ല. നിറഞ്ഞ മനസ്സോടുകൂടിയൊന്നുമല്ല കൊടുക്കുന്നത്. കൊടുക്കുന്നു, രസീത് മേടിക്കുന്ന, രസീത് കൈ കിട്ടുമ്പോൾ സന്തോഷം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നവർക്കും ഒട്ടും സന്തോഷം തോന്നുന്നില്ല. ഞാനൊരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ അനേകം പേരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്ന്, പ്രിയമുള്ളവർ, ഒരാളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കവർ തന്നു, ദേവാലയത്തിൻ്റെ കാര്യത്തിന് വേണ്ടി. ആ പണവുമായിട്ട് ഞാൻ വന്ന് പണത്തിൻ്റെ ഇത് തുറന്നപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കൊണ്ടല്ല, മറിച്ച് ഇവളുടെ ജീവിത സഹനത്തിൽ നിന്ന് ഇവൾ എടുത്തു വെച്ച പണത്തിൻ്റെ ആ പണമായതുകൊണ്ട് ഈ പണം കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അത് താങ്ങാൻ പറ്റിയില്ല. ഞാൻ ഈ പണത്തെ ഓർത്ത് കരഞ്ഞു. ഞാൻ കുറേ നേരം ഏങ്ങലടിച്ച് കരഞ്ഞു പോയി. കാരണം അവളുടെ ജീവിതത്തിൻ്റെ സഹനത്തിൽ നിന്ന് അവൾ എടുത്തു വെച്ച പണം, തകർന്നൊരു ജീവിതം, എല്ലാം തകർന്ന ഒരു ജീവിതത്തിൽ നിന്ന്, പ്രിയമുള്ളവരെ, എടുത്തു വെച്ച ഒരു പണം. അതിൽ അക്ഷരം മാത്രമല്ല, അതിനൊരാത്മാവുമുണ്ട്, അതിനൊരു വികാരമുണ്ട്. അത് നൽകിയതിനൊരു വികാരം ഉണ്ടായിരുന്നു. ആ വികാരം ആ പണത്തിലുണ്ടായിരുന്നു. ആ വികാരം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ അവളെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ആ പണം പൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി.
അപ്പോൾ പ്രിയമുള്ളവർ, ഇതുപോലെ ആയിരിക്കണം ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. നമ്മളൊരു ബലി അർപ്പിക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കയ്യിലിരുന്ന് നമ്മളുടെ ബലിവസ്തു, അതൊരു തുള്ളി കണ്ണുനീരായാലും, അതല്ല നമ്മളർപ്പിക്കുന്ന ഒരു അപ്പമായാലും, എന്തായാലും അത് തമ്പുരാൻ്റെ കയ്യിലിരുന്ന് പൊള്ളണം. അത്രയും വികാരമുണർത്തുന്നതായിരിക്കണം അതെന്ന് ഞാനന്നേരം ഓർത്തു. പ്രിയമുള്ളവർ, നമ്മളൊരു മനുഷ്യനായി നമുക്കങ്ങനെ പൊള്ളിയെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം എന്തുമാത്രം പൊള്ളിക്കാണും ഇവൾ എടുത്തു വെച്ച ഈ നേർച്ച കാഴ്ചകളിൽ നിന്ന് ഞാൻ ഓർത്തുപോയി. ആദാമിൻ്റെ ഹവ്വായുടെയും ജീവിതത്തിൽ ഇതൊക്കെ അങ്ങ് പോയി. വിപരീത വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ആദാമും ഹവ്വായും അവരുടെ ജീവിതത്തിൽ എടുത്തൊരു തീരുമാനമുണ്ട്, ഒരു കൊച്ചുണ്ടായിക്കോട്ടെ. അതിനൊരു വികാരമുണ്ട്, ഒരു കുഞ്ഞുണ്ടാകുക. ആ വികാരം എന്താണ്? ഇതാ എനിക്ക് ദൈവം ഒരു ശരീരം നൽകി, ഞാനൊരു പുരുഷനായി. എനിക്ക് ദൈവം ഒരു ശരീരം നൽകി, ഞാനൊരു സ്ത്രീയായി. ഞങ്ങളുടെ ദൈവം ഇതാ ഒരു കൂട്ടായ്മയിലാക്കിയിരിക്കുന്നു, ദൈവമുള്ള കൂട്ടായ്മയിൽ. ഒരു വൈദികൻ്റെ സാന്നിധ്യത്തിൽ ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിർത്തി ദൈവം സാക്ഷിയായി നിന്നുകൊണ്ടെടുത്ത ഒരു തീരുമാനം. ഇതാ ഞങ്ങൾക്ക് ദൈവം നൽകുന്ന ഒന്നിച്ച് ജീവിക്കാനുള്ള ഈ സന്തോഷത്തിൽ പങ്കാളിയാകുന്ന ദൈവം തൻ്റെ ആത്മാവിൽ നിന്ന് മുറിച്ച് ഒരാത്മാവിനെ എൻ്റെ ഉദരത്തിൽ നിക്ഷേപിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ കുഞ്ഞ് പുറത്തു വരുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞ്, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞ്. ദൈവം ഞങ്ങൾക്ക് നൽകിയ ജീവനാണിത്. ഞങ്ങളതിനൊരു ശരീരം കൊടുത്തിട്ടുണ്ട്. ആ ശരീരം നശിച്ചു പോകും. ഈ ജീവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവിൻ്റെ തിരുഹിത പ്രകാരം ഈ ജീവനെ ഇതാ ഒരപ്പം പോലെ ഉയർത്തിപ്പിടിക്കാനും, പിതാവിൻ്റെ തിരുസന്നിധിയിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് പിതാവ് ഒരുക്കിയിരിക്കുന്ന ഇടത്ത് ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ ആത്മാവിനെ കൊണ്ടെത്തിക്കാനും പറ്റുന്ന ഒരു ബലിജീവിതമാണ് ഞങ്ങളുടെ ജീവിതമെന്ന് തോന്നുന്ന വലിയൊരു ജീവിതം നയിക്കേണ്ടവർ. പക്ഷേ വിപരീത വികാരങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയായി ആദാമും ഹവ്വായും കൊച്ചിന് ജന്മം നൽകി. അവരുടെ എല്ലാ വിപരീത വികാരങ്ങളും ഈ കൊച്ചിലുണ്ട്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുഞ്ഞിൽ ഈ അപ്പൻ്റെയും അമ്മയുടെയും മുഴുവൻ വിപരീത വികാരങ്ങളുമുണ്ട്. വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, വൈരാഗ്യമുണ്ട്. ഒരു സോഴ്സും വേണ്ട. പ്രിയമുള്ളവരെ, മാംസം ധരിച്ച വിപരീത വികാരങ്ങളുടെ ഉടമയായി ജനിച്ച കായേൻ, അവൻ്റെ ഉള്ളിൽ ഇതെല്ലാം, അവൻ്റെ ആത്മാവിൽ ഇതെല്ലാം മാംസം ധരിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ അറിയുന്നത് പോലെയല്ല പ്രിയമുള്ളവരെ. ചില മനുഷ്യരുടെ ജീവിതത്തിൽ സത്യസന്ധത മാംസം ധരിച്ചിരിക്കുകയാണ്. എന്ത് കണ്ടാലും, എത്ര കോടി കിട്ടിയാലും, ചില ഓട്ടോറിക്ഷക്കാരെ കുറിച്ചൊക്കെ പറയാറില്ലേ, ഇതാ 10 ലക്ഷം രൂപ അവൻ്റെ ബാഗിൽ അവൻ്റെ വണ്ടിയിലിരുന്ന് കിട്ടി. ആ വണ്ടി ഓടിച്ച് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന്, അവനൊരിക്കലും പരിചയമില്ലാത്ത സ്റ്റേഷനിൽ ചെന്ന് ഈ പണം കൊടുത്തിട്ട് പറയും, ഇതാ എൻ്റെ വണ്ടിയിൽ വെച്ച് കിട്ടിയതാണ്, ഇത് ഉടമയെ തിരിച്ചേൽപ്പിക്കണം. അങ്ങനൊരു സത്യസന്ധത ഒരു ഓട്ടോറിക്ഷക്കാരൻ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വരുമ്പോൾ ഓർക്കണം, ഇതിവൻ എവിടെ നിന്ന് കിട്ടി, ആരിവന് കൊടുത്തു? പ്രിയമുള്ളവരെ, അവൻ്റെ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ അവൻ ജീവിച്ച സംവിധാനത്തിൽ നിന്നോ അവനിലേക്ക് മാംസം ധരിച്ചത് ഇനി സ്വന്തമാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളും. ബോധപൂർവം അല്ലല്ലോ, അല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളും. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, സായിപ്പന്മാരൊക്കെ ഒരാൾ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്തയാൾ പുറകിൽ പോയി നിൽക്കും, ക്യൂ. നമ്മൾ പറയുകയേ വേണ്ട, ആരും പറയണ്ട. ഒരാൾ നിന്നാൽ അടുത്തയാൾ അതിൻ്റെ പുറകിൽ ക്യൂ ആയിട്ട് നിൽക്കത്തും. നമ്മളാണെങ്കിലോ ഒരു ക്യൂ കണ്ടാൽ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ, ഇതിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെ കയറാൻ പറ്റും? ഞാൻ കഴിഞ്ഞ ദിവസം ലെബനോൻ എയർപോർട്ടിൽ നിൽക്കുക. എമിഗ്രേഷന് വേണ്ടി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ആദ്യം ഒരു 5 സ്ത്രീകൾ ഒന്നിച്ചു വന്നു. ഈ ആദ്യത്തെ സ്ത്രീയുടെ കയ്യിൽ 5 പേരുടെ പാസ്പോർട്ടുണ്ട്. ആ സ്ത്രീ എൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് ഇടിച്ചു നിന്നു. അവസാനം സംഭവിച്ചു, ആ സ്ത്രീ കയറിപ്പോയി, ഞാനും അങ്ങ് വിട്ടു പോട്ടെ എന്ന് വിചാരിച്ചു. ഈ സ്ത്രീയുടെ കയ്യിൽ 5 പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ 5 പേരും ഒരുപോലെ കയറിപ്പോയി.
അടുത്ത സമയത്ത് ലെബനോനിലെ അടുത്തൊരു സ്ത്രീ വന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5-8 പെണ്ണുങ്ങൾ വേറെയുണ്ട്, കുറേ കുഞ്ഞുങ്ങൾ. അതൊരു 7-8-10 പേര് ഒന്നിച്ചങ്ങ് കയറിപ്പോയി. അപ്പോൾ എത്ര പേര് പോയി എൻ്റെ മുമ്പിൽ? 10-13 പേരുടെ ഇമിഗ്രേഷൻ എന്ത് ചെയ്യാണ് ഞാൻ നിന്നതിന് മുമ്പിൽ നടന്നു കഴിഞ്ഞു. ഞാൻ അവരെ രൂക്ഷമായിട്ട് നോക്കി, അവരെന്നെ നേറ് കണ്ടിട്ട് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ കയറിപ്പോയി. അങ്ങനെ 2-3 ബാച്ച് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നടുക്കോട്ട് കയറി തന്നു. നമ്മുടെ ഉള്ള വണ്ണമൊക്കെ ഇങ്ങനെ വെച്ച് നിന്ന്, കാരണം ആരും അപ്പുറത്തോട്ട് ഇപ്പുറത്തും പോരാതിരിക്കുക. അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞു പോയി. അവരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ചിന്ത എന്താണെന്നറിയോ? അവരാ രാജ്യത്ത് ജീവിച്ചതുകൊണ്ട് സംഭവിച്ചത് വലിയൊരു വർഷക്കാലം മുഴുവനും യുദ്ധങ്ങൾ നടത്തിയൊരു സ്ഥലമാണ്. അവിടുത്തെ മനുഷ്യരെല്ലാം രൂപം കൊണ്ടിരിക്കുന്ന ഒരു മത്സര ബുദ്ധിയിലാണ്. അവരുടെ മനസ്സ് അനേക വർഷത്തെ യുദ്ധങ്ങൾ മൂലം തകർക്കപ്പെട്ട, എൻ്റെ കൊച്ചുപ്രായം മുതൽ ബെയ്റൂട്ടിലൊക്കെ എന്നും യുദ്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമൂഹത്തിൽ രൂപപ്പെട്ട മനുഷ്യരുടെ ഉള്ളിൽ മുഴുവൻ എന്താണ്? ഒരു മത്സര ബുദ്ധിയും വൈരാഗ്യ ബുദ്ധിയും വെറുപ്പിൻ്റെയും മറ്റുള്ളവനെ തോപ്പിക്കണം എന്നുള്ള ചിന്തയും അവരുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നമ്മളൊരു സായിപ്പിൻ്റെ അടുത്ത് ചെന്നേ, ഒരു യൂറോപ്യൻ രാജ്യത്തിൽ ചെന്നേ, ഇതാ തോറ്റുകൊടുക്കാൻ മനസ്സുള്ള മനുഷ്യനെയാണ് കാണുന്നത്. ഒരാൾ വഴി സൈഡിൽ നിന്നാൽ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. എന്താണ്? നമ്മൾ പോകാൻ വേണ്ടി. എന്തുകൊണ്ടാണ് അവരങ്ങനെ വന്നത്? ആ സമൂഹം അവരെ രൂപപ്പെടുത്തി എടുത്തത് അങ്ങനെയാണ്. കണ്ടോ വ്യത്യാസം? കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മളെ രൂപപ്പെടുത്തിയ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ദൈവം വളരെ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് എൻ്റെ സ്വപ്നങ്ങളൊത്ത് വളർത്താൻ ആഗ്രഹിച്ച ഒരു സാധനം തമ്പുരാൻ്റെ ഒരു സ്വപ്നങ്ങളും തിരിച്ചറിയാതെ ഇതാ ദേവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബലിവസ്തുക്കൾ സമർപ്പിക്കുന്നുണ്ട്, എന്നിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ തമ്പുരാൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ ആ ചോദ്യം പോലും അവനെ അസ്വസ്ഥപ്പെടുത്തുക. കായൻ, നീ എന്തുകൊണ്ടാണ് കോപിച്ചിരിക്കുന്നത്? അവന് ദേഷ്യം ഒന്നുകൂടെ കൂടി. കായൻ ബലിയും കഴിഞ്ഞ് കാബേജും പച്ചക്കറിയും എല്ലാം നഷ്ടപ്പെട്ടു. ഇത് കൊടുത്തിട്ടൊന്നും ഒരു റിസൾട്ടും കിട്ടുന്നില്ല. ഇങ്ങോട്ട് ഒരു ജീവിതമാണ് അങ്ങോട്ട് കൊടുത്തത്. നമ്മൾ ഓർക്കണം, ഒരു കാബേജ് കൊടുക്കുക എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു കാബേജ് ഉണ്ടാകുമോ? അവൻ അധ്വാനിച്ച് വളർത്തി വെള്ളം തൊട്ട് നനച്ചുണ്ടാക്കിയ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു റിസൾട്ടും ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്ര ഭയങ്കരമെന്നറിയോ? നിങ്ങൾ ആ വേദന അറിയണമെങ്കിൽ നിങ്ങൾ ഒരു സാധനം നട്ടു വളർത്തണം. ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും വന്നാൽ അത് വെട്ടിപ്പറിച്ച് ദൂരിട്ട് കളഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു വേദനയുണ്ടാവും, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി വികാരങ്ങളുണ്ട്. എന്താണ്? ഇതുപോലെ നിങ്ങൾ വളർത്താനും ശ്രമിച്ച പലതും ഇതാ തകർന്നതിൻ്റെ. ഇതുപോലത്തെ വേദന അനുഭവിക്കുന്ന ഒരു അപ്പനുണ്ട് മേളിൽ, സ്വപ്നം കണ്ട ഒരപ്പൻ, ഈ ഭൂമണ്ഡലം മുഴുവൻ സൃഷ്ടിച്ച ഒരപ്പൻ. ആ അപ്പൻ്റെ സ്വപ്നങ്ങളെയും വികാരങ്ങളെയും മുറിപ്പെടുത്തി ഈ ഭൂമിയിൽ ഒരാൾക്കും സ്വപ്നങ്ങൾ നെയ്യാനോ അത് ഫലവത്താക്കാനാവില്ല. ആർക്കും ആവില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഏത് ബിസിനസ് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു, നിങ്ങൾ വേണമെങ്കിൽ ഒരു പള്ളി തന്നെ, ഒരു ചർച്ച ഉണ്ടാക്കിക്കോ, നിങ്ങൾ നിലനിൽക്കത്തില്ല. പ്രിയമുള്ളവർ, യൂറോപ്യൻ രാജ്യങ്ങളിലെ ദേവാലയങ്ങൾ തകർന്നു കിടക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, തമ്പുരാൻ്റെ ആംഗ്ലിക്കൻ സഭകളെല്ലാം തകർന്ന് തരിപ്പണമായി. ഇതിൻ്റെ ഒരൊക്കെ 10 ഇരട്ടി വലിപ്പമുള്ള ദേവാലയങ്ങളാണ് കിടക്കുന്നത്, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ. എന്തുകൊണ്ടാണ് ഇത് തകർന്നു കിടക്കുന്നറിയാവോ? തമ്പുരാൻ്റെ സ്വപ്നങ്ങൾക്കപ്പുറത്ത് സഭയെ രൂപപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ അനന്തരഫലം വിശ്വാസം തന്നെ ഇല്ലാതായിപ്പോയി. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ വിട്ട് ഒരു വ്യക്തി എന്തെങ്കിലും സ്വപ്നങ്ങളോ കൂടാരങ്ങളോ പണിതുയർത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് സന്തോഷമോ സമാധാനമോ നൽകിയില്ലെന്ന് മാത്രമല്ല, ആ ബലി സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ മക്കളെ വളർത്തി, നിങ്ങൾ എൻജിനീയറിങ്ങിനോ ഡോക്ടറോ ആക്കാൻ വിട്ടു, പക്ഷേ നിങ്ങൾക്കതിൽ നിന്ന് ഡോക്ടറായി കഴിയുമ്പോൾ സന്തോഷം കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾ ഒരു 10 ഏക്കർ സ്ഥലം മേടിച്ചു, ഈ 10 ഏക്കർ സ്ഥലം കൊണ്ട് നീ കരയേണ്ടി വരും. നീ അനിയൻ്റെ സ്വത്ത് പിടിച്ചെടുത്ത് ചിലപ്പോൾ
5 സെൻറ്റ് സ്വത്തായിരിക്കും. ഈ 5 സെൻറ്റും വെച്ച് നീ ഉണ്ടാക്കിയത് മുഴുവനും നിൻ്റെ ജീവിതത്തിലെ വേദനകളും മുറിപ്പാടുമായിട്ട് നിൻ്റെ ജീവിതത്തിൽ മാറും. നീ ഏതെങ്കിലും മാതാപിതാക്കന്മാരുടെ സ്വപ്നം മുറിപ്പെടുത്തി ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോന്നാതിരിക്കും, ഭീഷണിയൊക്കെ പെടുത്തി. ആ സ്വപ്നം ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടത്തില്ല. പ്രിയമുള്ളവരെ, വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ വേദന എപ്പോൾ എവിടെ കിടക്കുന്നു, പിന്നീട് ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കപ്പെടാതെ കിടക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, കായൻ്റെ ജീവിതത്തിലെ ദൈവപ്രസാദം ഇല്ലാത്ത അവസ്ഥയ്ക്ക് കാരണം അവൻ്റെ മാതാപിതാക്കന്മാരുടെ ദൈവത്തെ കൈവെടിഞ്ഞ ജീവിതമാണ്. തിരിച്ചറിഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസമാകുന്ന ഇന്ന് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും കണ്ടെത്തുന്ന ഒരു നല്ല ജീവിതം, എനിക്ക് സംതൃപ്തി കിട്ടാത്ത ഒരു ജീവിതം, എൻ്റെ ചുറ്റുപാടുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ജീവിതം, മുഖം വാടിയിരിക്കുന്ന ഒരു ജീവിതം, എപ്പോഴും കോപിച്ചിരിക്കുന്ന ജീവിതം, കോപം നിലനിൽക്കുന്ന ജീവിതം, രാത്രി കഴിഞ്ഞിട്ടും തീരാതെ അതിങ്ങനെ നിലനിൽക്കുക. അതിൻ്റെയൊക്കെ പിന്നിലെ കാരണങ്ങളിൽ ഒന്ന് നിങ്ങളല്ല, ദൈവ സാന്നിധ്യമില്ലാതെ നിങ്ങളിൽ കടന്നുകൂടിയ പലതുമാണ്.